അമേരിക്കയ്ക്കെതിരെ പരസ്യ പരിഹാസവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചി രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ ഒരു എക്സിലുള്ള തന്റെ പോസ്റ്റിലൂടെയാണ് ഈ പരിഹാസം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വളരെ പെട്ടെന്ന് യാചകരാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഉള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടയുന്നതിനായി അനവധി സമ്മർദ്ദങ്ങൾ നിങ്ങൾ ചെലുത്തി വരികയായിരുന്നു ഇന്ത്യക്കെതിരെയായിട്ട്. പക്ഷേ 2 ആഴ്ച കൊണ്ട് ഇന്ത്യക്ക് മുമ്പിൽ റഷ്യൻ എണ്ണ വാങ്ങൂ എന്ന് യാചിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ മാറ്റാൻ കഴിഞ്ഞു. ഒപ്പം ലോക രാജ്യങ്ങളോടും നിങ്ങൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങളെ എത്തിച്ചു. നിങ്ങളോടൊപ്പം നിന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വേവലാതിയില്ല, കാരണം അവരുടെ കാര്യങ്ങൾ പരിതാപകരമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ അകമ്പടി നൽകും ഹോർമിസ് കടലിടുക്കിൽ നിന്ന് പോകുന്നതിന്. അതിന് ദീർഘകാലമായുള്ള സൗഹൃദങ്ങളും ഒപ്പം തന്നെ ഇടപെടലുകളുമാണ് അതിന്റെ കാരണം എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ഇറാനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യമല്ല. അവർ മാസങ്ങളോളം തന്നെ ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയോട് തന്നെ അവർ യാചിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തിയിരിക്കുന്നു, എങ്ങനെയെങ്കിലും എണ്ണ വാങ്ങണമെന്ന്. മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടുമൊക്കെ ഇത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഈ നിലയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി വന്നത് ഒരാഴ്ച സമയമാണ് എന്നുകൂടി സയ്യിദ് അബ്ബാസ് അരക്ചി പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.